ഹലോ. ഇന്നിപ്പോൾ വന്നപ്പോൾ ഞാനൊരു പേടയും വാങ്ങിയിട്ടാണ് വന്നത്. ഇവിടെ അവിൻസ് എന്ന് പറഞ്ഞ നമ്മുടെ മിൽമ പോലെ തന്നെ ഒരു പാലിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ അവിടുന്ന് ഞാനൊരു പേട വാങ്ങി. 4 പേടയ്ക്ക് 55 രൂപയോ അങ്ങനെ എന്തോ ആയിരുന്നു. എനിക്കെന്തോ ഈ മധുരം എപ്പോഴും ഒരു ഷുഗർ ക്രേവിങ്സ് ഉണ്ടാവും. അതെന്താണെന്നറിയില്ല. ഞാൻ കൂടുതൽ തിന്നണ കൊണ്ടാണോ, കൂടുതൽ ഉറങ്ങുന്നത് കൊണ്ടാണോ, ഇനി സ്ട്രെസ് ഉള്ളത് കൊണ്ടാണോ, എന്ത് പണ്ടാരം കൊണ്ടാണെന്ന് അറിയത്തില്ല. എപ്പോഴും മധുരം തിന്നണം. പക്ഷേ ബിജു ആണെങ്കിൽ ഇതൊട്ടും പ്രോത്സാഹിപ്പിക്കത്തില്ല. പക്ഷേ അവനറിയാണ്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് കഴിക്കും. അവന് കൊടുക്കത്തില്ല. ഇപ്പോൾ അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, എനിക്ക് നല്ല വിശപ്പുണ്ട്, നീ എന്തെങ്കിലും ഉണ്ടാക്കി വയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതങ്ങ് കുക്ക് ചെയ്തെടുക്കാം എന്ന് വിചാരിച്ചു. ഇത് ബിജുവിൻ്റെ കൊളീഗ്സ് വന്നപ്പോൾ അതിലൊരാൾ കൊണ്ടുവന്നതാണ് കഴിക്കാനായിട്ട്. അവർ കുട്ടികളൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ പിള്ളേർക്ക് ഒരു സ്ഥലത്ത് ഒതുക്കി ഇരുത്താൻ വേണ്ടി കൊണ്ടുവന്നതാണ്. എന്നിട്ട് അവർ ഇതൊന്നും ഉണ്ടാക്കിയില്ല, തിരിച്ചിട്ട് കൊണ്ടുപോയതുമില്ല. പിന്നെ വേറെ നിവൃത്തിയില്ലല്ലോ, അതങ്ങ് ഞാൻ തന്നെ അങ്ങ് തിന്നാം എന്ന് വിചാരിച്ചു. അങ്ങനെ അതിലൊരു പാർട്ടെടുത്ത് ഞങ്ങൾ നേരത്തെ കഴിച്ചു. പിന്നെ അടുത്ത പാർട്ട് ഇപ്പോൾ വറുത്ത് കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഡിന്നറിനുള്ള പ്രിപ്പറേഷനിലോട്ട് ഞാൻ കയറി. ഡിന്നർ ഉണ്ടാക്കുന്നത് ചപ്പാത്തിയും മുട്ടക്കറിയും. ആസ് യൂഷ്വൽ ചപ്പാത്തി മുട്ടക്കറിയാണ്. ഇതിൻ്റെ ഇടയിലൊന്ന് കറണ്ട് പോയി. അതുകൊണ്ട് തന്നെ എന്താ പറയുക, പുള്ളിക്കാരൻ വന്നതും ചായ ഇട്ടതും ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കുറേ സമയം കറണ്ട് വരാൻ വേണ്ടി ഞാൻ നോക്കിയിരുന്നു. പിന്നെയും കറണ്ട് പോയി. അങ്ങനെ ഞാൻ ഈ മുട്ടക്കറിയിൽ എൻ്റെ കലാപരിപാടികൾ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ എന്താണെന്ന് അറിഞ്ഞൂടാ, ഫ്രഷ് ക്രീമിനോട് ഭയങ്കര ഒരു അഡിക്ഷൻ, ഭയങ്കര ഒബ്സസ്ഡ് ആയിരിക്കുക. എന്ത് കറി വെച്ചാലും ഫ്രഷ് ക്രീം ഇടുക എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ ശരി, ബായ്.